ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് ദി അമേരിക്കൻ ഡ്രീം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വെന്റിലേറ്റർ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ആ പ്രോത്സാഹനം കാരണം ഞാൻ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ കരുതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കുറേ വെന്റിലേറ്റേഴ്സ് ആണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഹൈ എൻഡ് വെന്റിലേറ്റർ തൊട്ട് ചെറിയ സ്മോൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. കഴിഞ്ഞ വെന്റിലേറ്റർ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു സെർവോ ഐ, മക്വയുടെ സെർവോ ഐ ആണ്. പക്ഷേ ഇത് ഞാൻ വേറെ ഒരു ജോലിയിലാണ്. സോ അവിടെ യൂസ് ചെയ്യുന്ന വെന്റിലേറ്ററാണ് ഡ്രൈഗറിൻ്റെ എബിറ്റ എക്സൽ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു പഴയ വെന്റിലേറ്ററാണ്. ഓക്കെ, 20 years പഴക്കമുള്ള വെന്റിലേറ്ററാണ്. ഓക്കെ, ഇത് നമ്മുടെ ഫുൾ സെറ്റപ്പുള്ള ഫുൾ പേഷ്യൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെന്റിലേറ്ററാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഏറ്റവും പുതിയ വെന്റിലേറ്ററാണ്. ഈ കൊല്ലം കിട്ടിയ വെന്റിലേറ്ററാണ്. 980 സീരീസ് പ്യൂരിറ്റൻ ബെനറ്റ് 980 സീരീസ് വെന്റിലേറ്ററാണ്. സോ നമ്മുടെ ഏറ്റവും പുതിയ ഫ്ലീറ്റാണ്. ഓക്കെ, ഇത് ഈ ഡ്രൈഗറിൻ്റെ തന്നെ പുതിയ വേർഷനാണ്. ഇത് ഇൻഫിനിറ്റി C500 എന്ന് പറയുന്ന വേർഷനാണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചെറിയ ട്യൂബിംഗ് ആണ്. ഇത് നമ്മൾ ബേബീസിന് വേണ്ടിയിട്ട്, അതായത് പ്രീമി 24 വീക്ക് തൊട്ടുള്ള ബേബീസിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് കാണാം ഒരു പഴയ ജാമ്പവാൻ്റെ കാലത്തുള്ള വെന്റിലേറ്റർ. അത് ഞാനിത് ഓണാക്കിയിട്ടില്ല, കാരണം ഓണാക്കിയാൽ അപ്പം ഒച്ചയെടുക്കും. സോ ഇത് സിംഗിൾ ലിം സർക്യൂട്ട് ഉള്ള, ഇവിടെ വരുമ്പോൾ എക്സ്പെക്റ്റീവ് 2 ലിമ്പുണ്ട്. ഇതാണ്. ഇത് LTV 1200 എന്ന് പറഞ്ഞ വേർഷനാണ്. ഇത് ട്രാൻസ്പോർട്ടും അതുപോലെ ഹോം കെയർ, അങ്ങനെ ലോങ് ടൈമിനൊക്കെ യൂസ് ചെയ്യുന്ന, നാട്ടിലും കാണാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു വെന്റിലേറ്ററാണ്. നല്ല വെന്റിലേറ്ററാണ്. ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. പക്ഷേ ഇതിന് ഡിസ്പ്ലേ ഒക്കെ ചെറുതാണ്, ഓൾഡ് മോഡലാണെന്ന് മാത്രം. അപ്പം ഇങ്ങനെ 4 നമുക്ക് കണ്ടിന്യൂസ്ലി അഡൽട്ടിനല്ല പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്റിലേറ്റർ സെറ്റപ്പാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. പിന്നെ ഉള്ളത് ഇവിടെ കിടക്കുന്ന ഒരു ചെറിയൊരു സാധനം, ഇതൊരു ബോക്സാണ്. പക്ഷേ ഇതൊരു കിടിലൻ വെന്റിലേറ്ററാണ്. ഇത് സിംഗിൾ ലിംബ് വെന്റിലേറ്ററാണ്. ഇത് ജസ്റ്റ് ഒരു സ്വിച്ചിൽ ഓണാവും. നമുക്ക് ടൈറ്റിൽ വോളിയം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. റെസ്പിറ്റോറി റേറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ FiO2 ഇതിൻ്റെ അകത്ത് 100% ആണ്. പീപ്പ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ടിന് പറ്റിയ വെന്റിലേറ്ററാണ്. ഇത് ബാറ്ററിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വെന്റിലേറ്ററാണ്. നല്ല കുട്ടി വെന്റിലേറ്റർ. നമ്മൾ ഡ്രൈഗർ ഇൻഫിനിറ്റി C500ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ 2 മോഡാണുള്ളത്. ഇതിൻ്റെ അകത്ത് ന്യൂ പീഡിയാട്രിക് മോഡും ന്യൂ നിയോ മോഡുമാണുള്ളത്. രണ്ടും പിള്ളേർക്ക് വേണ്ടിയിട്ട്, അതായത് പീറ്റ്സിനും അതുപോലെ തന്നെ നിയോ ബേബീസിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ വളരെ ചെറിയ ടൈറ്റിൽ വോളിയം, വളരെ നല്ല പ്രിസൈസ് ആയിട്ട് വോളിയങ്ങളൊക്കെ ഇതിന് ഡെലിവർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ബേബീസിന് വേണ്ടി മാത്രമുള്ള വെന്റിലേറ്ററാണിത്. വേഴ്സസ് ഈ 2 നമ്മൾ അഡൽട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വെന്റിലേറ്റർ കാണിച്ചു തന്ന പോലെ സെറ്റിങ്സും സെറ്റപ്സും, അതായത് മോഡും കാര്യങ്ങളൊക്കെ ഇതിനും സെയിം മോഡുകളൊക്കെ തന്നെ ഉണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിൽ കൂടെ പിന്നെയും തിരിച്ചു, അതുപോലെ തന്നെ പിന്നെ ഒന്നുകൂടെയും കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. സോ ദാറ്റ്സ് സെയിം ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ ആക്റ്റീവ് ഹ്യൂമിഡിറ്റി വെച്ച് ഹ്യൂമിഡിഫൈ ചെയ്താണ് നമ്മുടെ എയർ കൊടുക്കുന്നത്. ഇത് ഈ 3 വെന്റിലേറ്ററിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിന് അങ്ങനെ ഹ്യൂമിഡിറ്റി കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പീസാണ്. ഇതിന് പറയും HME എന്ന് പറയും, അതായത് ഹീറ്റ് മോയ്സ്ചർ എക്സ്ചേഞ്ചർ എന്ന് പറയും. ഇത് നമ്മൾ ഇതിൻ്റെ തുമ്പിൽ പിടിപ്പിച്ച്, സോ ഇതിങ്ങനെ പിടിപ്പിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ET2 എന്ന് വന്ന മോയ്സ്ചർ ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യും. അപ്പം നമുക്ക് വേറെ ഹീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിനാണ് HME എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ വെന്റിലേറ്റർ ക്ലീൻ ചെയ്യണം. നമ്മൾ പേഷ്യൻറ്റിനെ DC ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യും. എല്ലാ ട്യൂബിങ്ങും ഡിസ്പോസിബിൾ ആണ്, 1 പേഷ്യൻ്റ് യൂസ് ആണ്. ഇതെല്ലാം എടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഡിസ്പോസിബിൾ ഫിൽറ്റർ ഉണ്ട്. ഇത് 980 ഡയലോഗ്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതൊരു ഹെപ്പ ഫിൽറ്ററാണ്. ഇതാണ് ഈ വെന്റിലേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് എക്സ്പിറ്റോറി സൈഡാണ്. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇഷ്ടം പോലെ എക്സ്ട്രാ ഉണ്ട്. സോ ഇത് ഞങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ ട്യൂബിങ്ങിൻ്റെ എയർ ലീക്കും അതുപോലെ തന്നെ ഇതിൻ്റെ SST എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റും ഉണ്ട്, ഒരു പ്രീ യൂസ് ചെക്കും. അതും ചെയ്താണ് റെഡിയാക്കുന്നത് പുതിയൊരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ വെന്റിലേറ്റർ ആണെങ്കിൽ
നമ്മളിവിടെ ഒരു എക്സ്പെക്ടോറിൽ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് ഒരു ഫ്ലോ സെൻസറാണ്. ഇതിൻ്റെ എക്സലേഷൻ വാൽവാണ്. ഇങ്ങനെ ഊരിയെടുക്കാം ഇതിൻ്റെ എക്സലേഷൻ വാൽവ്. ഇത് ഞങ്ങൾ സെൻട്രൽ സ്റ്റെറിലൈസിൽ പോയിട്ട് ഇത് സ്റ്റെറൈൽ ചെയ്തെടുക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വെന്റിലേറ്ററിന് ഒരിക്കലും ഈ ബാഡ് ഗ്യാസസ് ഒന്നും പോയി അതിന് ഒരിക്കലും വെന്റിലേറ്റർ കേടാവത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ വെന്റിലേറ്റർ ആണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെക്ടോറി കാസറ്റ് ഉണ്ട്. നമുക്കത് ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുത്ത് നമ്മൾ ഇതിൻ്റെ റബ്ബർ കാസറ്റൊക്കെ ഊരിയിട്ട് ഇത് നമ്മൾ സെൻട്രൽ സപ്ലൈയിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കും. എന്നിട്ട് തിരിച്ച് ഇത് അസംബിൾ ചെയ്ത് ഇതേമാതിരി ഫുൾ സർക്യൂട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. ഈ സർക്യൂട്ടും ഈ ചേമ്പറൊക്കെ ഡിസ്പോസിബിളാണ്, വൺ പേഷ്യൻ്റ് യൂസ്. അതിൻ്റെ സർക്യൂട്ടുകളാണ് ഈ കാണുന്നത്. ഇത് വാട്ടർ ബാഗ്സ്. ഇതാണ് ഫുൾ നമ്മുടെ ഹീറ്റഡ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത വെന്റിലേറ്ററിൽ നിന്ന് ഞങ്ങൾ ഊരിയെടുത്ത എക്സലേഷൻ വാൽവ്സുകളാണ്. ഇത് ഞങ്ങൾ ഇനി ഉണങ്ങി കഴിയുമ്പോൾ ഞങ്ങളിത് സ്റ്റെറൈൽ സപ്ലൈസിൽ കൊണ്ടുപോയിട്ട് അത് സ്റ്റെറൈൽ ചെയ്തെടുക്കും. സോ നമ്മുടെ എക്സലേഷൻ വാൽവ് സെൻട്രൽ സപ്ലൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത വാൽവ്. ഇനി നമ്മൾ ഈ പറയുന്ന പാക്കറ്റിൽ പേപ്പർ സ്റ്റെറിലൈസേഷൻ പൗച്ച് അതിട്ട്, ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. അപ്പം ഫുള്ള് ഗ്രേ ആയി കഴിയുമ്പോൾ അത് പാസ്സായെന്നാണ്. ഓക്കെ, നമ്മുടെ എക്സലേഷൻ വാൽവാണിത്. നമ്മളെ വെന്റിലേറ്ററിൽ നിന്ന് ഊരിയെടുത്ത വാൽവ്. അത് ഡിസസംബിൾ ചെയ്യുമ്പോൾ ഇരിക്കുന്നതാണ് സംഭവം. അത് ഡിസസംബിൾ ചെയ്ത് ഇങ്ങനെ പാക്കേജിലാക്കിയിട്ട് കൊടുത്തു വിടണം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. ഇത് പിക്ക് ചെയ്തിട്ട് തിരിച്ച് അസംബിൾ ചെയ്ത് ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 3 പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡേറ്റും ഇതിൻ്റെ ബാച്ച് നമ്പറും പ്രോസസ്സ് ചെയ്തിട്ട് ആളുടെ ഇനീഷ്യലും എല്ലാം റെഡിയായി. ഇനി നേരെ ഇതുകൊണ്ട് സെൻട്രൽ സപ്ലൈസിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പം ഈ വെന്റിലേറ്റർ നമ്മുടെ മെക്കയുടെ സെർവോ വഴിയാണ്. എൻ്റെ നേരത്തെ വീഡിയോയിലുള്ള വെന്റിലേറ്ററാണിത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എക്സ്പെക്ടോറി കാസറ്റ് ഉണ്ട്. അത് ഈ സൈഡിൽ കാണാം. നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ വേണ്ട ഇതിൽ ഞെക്കിയിട്ട് ഈ എക്സ്പെക്ടോറി കാസറ്റ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലോ സെൻസറും എല്ലാ സെൻസേഴ്സും ഉള്ളത്. ഇത് നമ്മൾ സെൻട്രൽ സപ്ലൈസിൽ കൊണ്ടുപോയിട്ട് സ്റ്റെറൈൽ ചെയ്തിട്ട് പുതിയ ബ്രാൻഡ് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഓക്സിജൻ ട്യൂബിംഗ് ഒക്കെ കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ സെർവോ ആയി ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഈ കാണുന്നത് ഞങ്ങളുടെ ക്ലീൻ ഏരിയയാണ്. ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്ത വെന്റിലേറ്റർ ഞങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരികയാണ്. ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡേർട്ടി സൈഡാണ്. ഇത് ഡേർട്ടി വെന്റിലേറ്ററാണ്. നമ്മൾ ഈ ഡോർ വഴി നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത വെന്റിലേറ്റർ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് നമ്മളത് കീപ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് എല്ലാ സപ്ലൈസും ഗാർബേജ് കളഞ്ഞിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ബ്ലീച്ച് വൈപ്പ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് ക്ലീൻ സെറ്റപ്പ് ഏരിയ ആണ്. ഇപ്പം ഞാൻ സെറ്റപ്പ് റൂം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി കാണുന്നതാണ് നമ്മളെ സപ്ലൈ റൂം. നോക്കിക്കേ, എന്തോ ഒരു സപ്ലൈസ് ആണ്. നോക്കി, ഇത് വാട്ടർ ബാഗ്സ്, അതുപോലെ വാട്ടർ ബാഗ് കാര്യങ്ങൾ, വെന്റിലേറ്ററിൻ്റെ സർക്യൂട്ട് എന്ന് വേണ്ട ഈ റൂം മൊത്തം സപ്ലൈ ആണ്. ഓക്സിജൻ്റെ സപ്ലൈസ്, ഓക്സിജൻ മെഷീൻ, പൈപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇത് നൈട്രിക് ടാങ്കുകളാണ്, ഓക്സിജൻ ടാങ്ക്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്ന വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഒരു ഇൻഫർമേഷൻ തരുന്ന വീഡിയോ ആണ്. അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞാനൊരു വലിയൊരു ലോങ് വെന്റിലേറ്ററിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കിടക്കാഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് കിട്ടിയ കുറേ ഫീഡ്ബാക്സും ക്വസ്റ്റ്യനും ആൻസറുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് വരുന്നവരേക്കും till then, bye bye.